ഹലോ, ഇന്നത്തെ വീഡിയോയിൽ ഞാനൊരു കുറേ കിളികളെ കാണിച്ചു തരാം. എനിക്ക് പക്ഷികളെ ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെ ഇവിടെ തേക്കയിൽ ഒരു ഉപ്പൻ ഇരിപ്പുണ്ട്. അവർ രണ്ടുപേരും ഇരിപ്പുണ്ട്. അവിടെ കിടന്ന് അനങ്ങളുണ്ട്. ഇവിടെ നിന്ന് എടുത്തിട്ട് അവരെ കിട്ടണില്ല എന്ന് തോന്നുന്നു. അവിടെ ഇരുന്ന് അനങ്ങേണ്ടത്. ഇവിടെ ഓലഞ്ഞാലി നിറപ്പുണ്ടത്. ആറ്റക്കിളി കുഞ്ഞാറ്റകൾ ഓലഞ്ഞാലി ഇരുന്ന് ഇല്ലിയുടെ കൊമ്പയിലിരുന്ന് ഇങ്ങനെ അവരവിടെ ഇരുന്ന് കളിക്കുന്നുണ്ട്. ഇവിടെ ശബ്ദങ്ങളൊക്കെ കേൾക്കാം നമുക്ക്. കണ്ടോ, ഒരു ആറ്റക്കിളി കുഞ്ഞാറ്റ അവിടെ ഇരിപ്പുണ്ട്. ഇത് ഉപ്പൻ്റെ അവിടെ കറക്റ്റ് ഇരിപ്പുണ്ട്. കണ്ടോ, അവിടെ ചെറിയ രീതിയിൽ കാണാം നമുക്ക്. അവിടെ ഇരുന്ന് അനങ്ങുണ്ട്. രണ്ടെണ്ണം വന്നിരിക്കുന്നുണ്ട്. ഇത് അപ്പുറത്തേക്കേലും വന്നിരിപ്പുണ്ട്. കണ്ടോ, ഇമാര് അനങ്ങളെ കാണാൻ പറ്റുന്നില്ല നമുക്ക്. രണ്ടുപേരും തേക്കയിൽ ഇരിപ്പുണ്ട്. അവിടെ എനിക്ക് കാണാൻ പറ്റുന്നില്ല. ഞാൻ അവരുടെ പടം എടുക്കാമെന്ന് ഓർത്താണ് വന്നത്. ചെവന്മാർ ഇതിലേക്ക് കടന്നുമില്ല. ഇവിടെ ഇരിക്കണ്ടേ. ഇങ്ങോട്ട് താഴോട്ട് ഇറങ്ങി വന്നാൽ നിങ്ങളുടെ പടമൊക്കെ ഞാൻ എടുക്കാം. ആ വാഴയുടെ തൊട്ട് മുകളിലത്തെ കൊമ്പയിൽ ഇരിക്കണ്ടവര്. അവിടുന്ന് അവൻ പതുക്കെ നീങ്ങുന്നുണ്ട്. പക്ഷെ കിട്ടണില്ല അവരെ. ഇവര് ദൈവന്മാരിവിടെ നിൽപ്പുണ്ട്. ഇവരുടെ പടം എടുക്കാൻ പറ്റും. നമ്മുടെ ഈ പ്രദേശത്ത് കുറേ കിളികൾ ഇങ്ങനെ വന്ന് ഇവരിങ്ങനെ ഇരിക്കും. ഭയങ്കര ശബ്ദങ്ങളൊക്കെ കണ്ടോ. ഈ ഇല്ലി പോലെയുള്ള ആ ചെടിയുടെ അകത്ത് ഇവർ ഇരിപ്പുണ്ട്. ഇവരെ കാണാൻ പറ്റണ്ടേ. പക്ഷേ ഈ ഉപ്പന്മാരെ കാണാൻ പറ്റില്ല. ഇവരെ എടുക്കാനാണ് ഞാൻ ഉപ്പനെ എടുക്കാനായിട്ടാണ് ഞാൻ വന്നത്. കാക്കകൾ ഇരിപ്പുണ്ട്. ഇവിടെ ഇങ്ങനെ നല്ല നമ്മുടെ തട്ടേക്കാട് പക്ഷിസങ്കേതം പോലെയാണ് നമ്മുടെ ഇവിടുത്തെ ഇവരുടെ ചിരികൾ. ഇല്ലിയിൽ ഈ ഇല്ലിയുടെ മരത്തിൽ കുറേ ആറ്റക്കിളികൾ ഇരുന്നത് അവർ കലപിലാന്നൊക്കെ പറയും, ചാടിക്കളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പം നല്ല വെയിൽ കാലാവസ്ഥയൊക്കെ ആയതുകൊണ്ടേ ഇവർക്ക് നല്ല രസമല്ലേ. ഇത് കണ്ടോ, നമ്മുടെ വീടിൻ്റെ പുറകുവശത്തുള്ള ഭാഗങ്ങളാണ്. ഇവിടെ ഒരു പാറയുടെ ഒരു ചെരുവും ഒക്കെ ഉണ്ട്. ഈ പാറയുടെ ചെരുവൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഒരു ആനയുടെ വയറിരിക്കുന്ന പോലെയൊക്കെ അവിടെ ഇരിക്കുന്നത്. അത്രയ്ക്ക് നല്ല ലുക്ക് അവിടെയൊക്കെ. അങ്ങനെ ആ ഉപ്പന്മാർ അവിടുന്ന് പറന്ന് അവരെൻ്റെ വീഡിയോയുടെ നേരയിലേക്ക് വന്നിട്ടുണ്ട്. പക്ഷേ നമുക്ക് കാണാൻ പറ്റില്ല. ആ കൊമ്പൂലിൽ അവരിയ്രിപ്പുണ്ട്. അവിടെ വീണ്ടും അതിൻ്റെ ഉള്ളിലിരുന്നൊക്കെ കളിക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് കാണാൻ പറ്റില്ല. എനിക്ക് വീഡിയോയിൽ കാണാൻ പറ്റില്ല. ഇങ്ങോട്ട് പാടാ. ഇവിടെ ഇതിൻ്റെ ഒരു പടം. ഇതൊരു ഇതൊരു റബ്ബറാണ്. റബ്ബറിൻ്റെ ഇത് കഴിഞ്ഞിട്ടാണ് അതിൻ്റെ നേരെ തന്നെ ഉണ്ട്. അവനതിൻ്റെ ഉള്ളിൽ ഇരിപ്പുണ്ട്. മറ്റവൻ അവിടെ നിന്ന് പോയിന്ന് തോന്നുന്നു. മറ്റവനും അതിൻ്റെ അകത്തിരിപ്പുണ്ട്. ഈ നേരെ കാണുന്ന തേക്കിൻ്റെ ഉള്ളിൽ ഇരിപ്പുണ്ട് അവർ. അതേ കണ്ടോ, അവിടെ അനങ്ങുണ്ട്. അവിടെ റബ്ബറിൻ്റെ നേരെ തന്നെ. ഇത് നല്ല രസമാണ്. ഇങ്ങനെയുള്ള എനിക്ക് അടുക്കളയിൽ ഒത്തിരി പണിയുള്ള ആളാണ്. എന്നിട്ട് ഞാൻ ഈ പടം ഇങ്ങനെ ഇവരെ കണ്ടപ്പോൾ പെട്ടെന്ന് എടുത്ത് എനിക്കൊരു നല്ല രസമാണ് ഇതിങ്ങനെ കാണുന്നത്. ഞാനിവിടെ ഇരിക്കുമ്പോൾ എനിക്കൊക്കെ സന്തോഷം വന്നത് ഇവിടെ ഇങ്ങനെയൊക്കെ കണ്ടിട്ടാണ്. നമുക്കിപ്പോൾ ടൂറിനൊന്നും പോകാൻ സമയം കിട്ടിയില്ലെങ്കിൽ നമുക്ക് ഇവരെയൊക്കെ കണ്ടുകൊണ്ടിരിക്കുക. ഇവരെപ്പോഴും ഇങ്ങനെ വരും. ഇതിനിടയ്ക്ക് ഒരു മഞ്ഞക്കിളി വന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് നമുക്ക് എടുക്കാൻ പറ്റിയില്ല അവരെ. അതിനുള്ള സമയം നമുക്ക് കിട്ടണില്ലല്ലോ. അപ്പം അതുകൊണ്ട് ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഓക്കെ.